ഹലോ ഗായ്സ്, നമ്മൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ കുത്തി അടത്തിക്കൊണ്ട് വന്ന കമ്പിളി നാരങ്ങയാണ്. ഇപ്പോൾ ഇന്നത്തെ എൻ്റെ ഇതാണ്. ഇത് നമുക്ക് വെട്ടാം. ഇത് വെട്ടൊന്നും മുറി രണ്ട് ഇങ്ങനെ വെട്ടരുത് എന്നാണ് കാരണവന്മാർ പറയുന്നത്. കഴിക്കും അത്രേ. പിന്നെ ഇതെങ്ങനെ വെട്ടണം എന്ന് വെച്ചാൽ അതിന് ചില ശാസ്ത്രീയമായ വശങ്ങൾ കൂടി ഉണ്ടെന്നാണ് അറിവ്. അതായത് ഇതിന്റെ അഗാധകൃത്തങ്ങളിലേക്ക് കത്തി അങ്ങ് ആഴത്തിലിറങ്ങി ചെന്ന കമ്പിളി നാരങ്ങയ്ക്ക് നല്ല കയ്പ് വരും എന്നാണ് പറഞ്ഞു കേട്ടത്. അതുകൊണ്ട് ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഒരു ലെവലിന്റെ താഴേക്ക് കത്തി ഇറങ്ങാത്ത രീതിയിൽ ഇതിന് ചുറ്റും ഇതേപോലെ പോളയായിട്ട് കട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് രണ്ട് സൈഡും അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. ഇനിയാണ് വീട്ടിൽ അത്യാവശ്യം ആരോഗ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടിന് വിളിച്ചോളൂ. നമുക്ക് ഇതേപോലെ ഇളക്കി എടുക്കേണ്ടി വരും. നമ്മൾ തേങ്ങയൊക്കെ പൊതിക്കുന്ന എന്ത് എളുപ്പമാണെന്നറിയാം. ഇത് വെച്ച് നോക്കുമ്പോൾ ഇതേപോലെ ഓരോ പോളകളായിട്ട് ഇങ്ങനെ നല്ല ശക്തിയിൽ വലിച്ചു പറിച്ച് ഇങ്ങനെ എടുക്കുക. ഞാൻ അത്യാവശ്യം കുറേ സമയം എടുത്താണ് ഇത് പറിച്ചെടുത്തത്. എൻ്റെ സർവ്വ ആരോഗ്യം കുറേ സമയം കളഞ്ഞ് ഞാൻ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത്. ഇതാണ് നമുക്ക് കിട്ടിയ ഫൈനൽ റിസൾട്ട്. ഇനി നമുക്ക് ഇത് ഓരോരോ അല്ലികളായിട്ട് ഇറുത്ത് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ ഇറുത്ത് ഒരു പ്ലേറ്റിലേക്ക് ആക്കി മാറ്റി വെച്ചു. ഇനി ഒരുമിച്ചിട്ടേക്കുന്നത് ഞാൻ രണ്ടാട്ടങ്ങ് തിരിച്ച് ഒരെണ്ണം നമ്മുടെ ചെറിയ കുട്ടികൾക്ക്, ഒരെണ്ണം നമ്മുടെ ഇവിടുത്തെ വലിയ കുട്ടികൾക്ക്. അപ്പോൾ വലിയ കുട്ടികൾക്കുള്ളതിനകത്തേക്ക് ഞാനൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ച്, വലിയ വെറൈറ്റി അല്ല എന്നാലും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി തിരുമ്മി എടുത്തു. അപ്പോൾ അത് കണ്ടുകൊണ്ട് ഒരു ആൾ ആ കുഞ്ഞിക്കൈ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കയ്യിലേക്ക് ഞാൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുത്തപ്പോൾ എനിക്ക് ആ പ്ലേറ്റ് ഇരിക്കുന്ന വേണ്ട, ഈ പ്ലേറ്റ് ഇരിക്കുന്ന മതി എന്നും പറഞ്ഞ് ആ പ്ലേറ്റ് അങ്ങ് കൊണ്ടുപോയി. ഞാൻ മാറ്റി വെച്ചിരുന്നതിലേക്ക് കൂടി സെയിം ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ കിടു സാധനമായിരുന്നു. ട്രൈ ചെയ്ത് നോക്കാം. ബൈ.